ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമേനെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കിടലിനായിട്ടുള്ളൊരു സബ്സ്ക്രൈബറിൻ്റെ ഒരു ബ്രോയുടെ അക്കൗണ്ടാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് കണ്ടിട്ട് ജസ്റ്റ് റിവ്യൂ ചെയ്യുക ഗൈസ്. എന്തായാലും നമ്മുടെ ഈ ഒരു അക്കൗണ്ടിന് എന്താ പറയുക, എത്രത്തോളം കോയിൻസ് മച്ചാൻ പൊട്ടിച്ചിട്ടുണ്ടാവും. എന്തായാലും നല്ലൊരു കിടലിന് അക്കൗണ്ടാണ്. അത്യാവശ്യം റാങ്കഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് മച്ചാൻ. അപ്പോൾ മച്ചാൻ വരെ നമുക്ക് എന്തായാലും ഈ ഒരു ബ്രോയിൻ്റെ അക്കൗണ്ടിനകത്തുള്ള എന്താ പറയുക പ്ലേയേഴ്സും അതുപോലെ തന്നെ മാനേജേഴ്സും പിന്നെ നമ്മുടെ കിടിലൻ കാർഡിൻ്റെ കുറേ ഇതൊക്കെ അതുപോലെ തന്നെ മച്ചാൻ യൂസ് ചെയ്ത ഫോർമേഷൻ എല്ലാം നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മൾ ഇൻസ്റ്റയെ ഫോളോ ചെയ്യാൻ ഞാൻ അടി കൊടുക്കുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ചാറ്റിൻ്റെ കാര്യങ്ങൾ കുറേ പേര് പറഞ്ഞത് അതിൽ റെഡി ആവുന്നില്ല. അതുകൊണ്ട് ഞാനൊരു നമ്മുടെ സ്കാനറിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ മച്ചാൻ വരെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ ബ്രോയിൻ്റെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ 2134 ആണ് മച്ചാൻ യൂസ് ചെയ്ത ക്യൂ കൗണ്ടറാണ്. നമ്മുടെ അത്യാവശ്യം നല്ലൊരു സ്ക്വാഡുള്ള അക്കൗണ്ടാണ്. ക്രൈഫ് ഉണ്ട്, എംബാപ്പെ, ഹാളൻഡ്, മെസ്സി, ബെല്ലിംഗ്, മറഡോണ, ഗ്രീസ്മാൻ, ജെറാഡ്, വാൻഡിജിക്ക് എല്ലാം നിരവധി ബയേണ്ട എല്ലാം, ഫ്രാങ്ക് റിബറി, നമ്മുടെ എല്ലാം ഉണ്ട്, സ്മൈക്കിൾ എല്ലാം ഉണ്ട്. കിടിലൊരു കാർഡാണ് മച്ചാൻ്റെ. എന്തായാലും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാബീനിയാണ്. എന്തായാലും നമുക്ക് 6950 കോയിനോളം ഉണ്ട് കേട്ടോ മച്ചാൻ. അത്യാവശ്യം എടുക്കുന്നുണ്ട് തന്നെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മെസ്സിയിൽ തന്നെ തുടങ്ങാം. ബെല്ലിംഗും ഉണ്ട്, ലയണൽ മെസ്സി, കുറേ മെസ്സികൾ തന്നെ ഉണ്ട്, ഇഷ്ടം മാതിരി. പണ്ട് തൊട്ടേ കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് സീക്കോ ഗൈസ്. ഈ അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഉറപ്പായിട്ടും കളിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ലൈവിൽ സെറ്റ് ആക്കാം കേട്ടോ മച്ചാമാരെ. ഓൾറെഡി ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി ലൈവ് ഉണ്ടായിരുന്നു 8 മണിക്ക്. എന്തായാലും മാച്ച് കിടലിനായിരുന്നു എൽ ക്ലാസിക്കോടെ. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അടിയിൽ നമ്മുടെ ഫാൻസുകാരൊക്കെ ആരൊക്കെയാണ്. അപ്പോൾ ഗൈസ് എന്താ പറയുക, അതുപോലെ തന്നെ നമ്മുടെ കുറേ പേരുണ്ടായിരുന്നു എന്താ പറയുക. അപ്പം ചോദിച്ചായിരുന്നു ലൈവ് എന്താ വരാതിരുന്നത്. അപ്പം മച്ചാമര് ഇന്ന് ലൈവ് ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മൾ സാധാരണ രാത്രി 8 മണിക്കാണ് ലൈവ് ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ഗൈസ്. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റാഫേലിയോ ഉണ്ട്, പിന്നെ റിവാൾഡോ ഉണ്ട് ഗൈസ്. ഈ ഒരു കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ ആരൊക്കെ ഉള്ളത്. കെനവേര ഉണ്ട്, മെക്കലേലിയോ ഉണ്ട്, റോബർട്ടോ ബാഗിയോ ഉണ്ട്, മാൾഡിനി, റൊണാൾഡീനിയോ ഗൈസ്. ഇത് കുറേ എന്താ വെച്ചാൽ നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഇനിയിപ്പം ലെഫ്റ്റ് ആയി പോകും. കാരണം ഓൾറെഡി കൊനാമി ഇതിൽ നിന്നൊക്കെ എടുത്ത് കളയാൻ പോവാണ് കുറേ പ്ലേയേഴ്സിന്. എൻ്റെ 2-3 പോയി. പുയോള്, പ്ലാറ്റിനി, മാൾഡിനി ഗൈസ്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതുവരെ ഇറക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഇറക്കാട്ടോ. കാരണം നമ്മുടെ അടുത്ത് നക്കാറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ശ്രദ്ധിച്ചില്ലായിരുന്നു നക്കാറ്റിയുള്ള കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന ലൈവുകളിലൊക്കെ നമ്മൾ ഇനി അതും കൂടെ ആഡ് ആക്കാട്ടോ. പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പോൾ വോയിസ് ഒക്കെ സെറ്റ് അല്ലേ, ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് വേറൊരു ചാനൽ കൂടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ചാനലിൽ വ്ളോഗൊക്കെ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓവനുണ്ട്, എനിക്ക് തോന്നുന്നു ഈ ഒരു ഡ്രോപ്പയാണോ ഗുല്ലിറ്റ് ഉണ്ട് കേട്ടോ, മത്യൂസ്, പെർലോ, നെഡ്വേഡ്, പാട്രിക് വിയര, പുയോള്, ജെറാഡ്, ചെക്ക്, സാമി, ഷെവൻ, കുബറേസി, മത്യൂസ് ഗൈസ്. ഈ ഒരു കാർഡൊക്കെ ക്രൈഫ്, മെസ്സി, എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ ഈ ഒരു ക്രൈഫ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കോമാച്ചിൽ വരുമ്പോൾ ഗൈസ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ചെക്കന്മാരെ കൂട്ടി വരിക. നമുക്ക് ഉറപ്പായിട്ടും ഒരു കോമാച്ച് ടൂർണമെന്റ് പോലെ സെറ്റ് ചെയ്യുക. അതായത് പൈസക്കല്ല, നമ്മൾ അല്ലാണ്ട് 3 കോമാച്ച് ഇട്ട് നമുക്ക് എന്തായാലും കളിക്കാം ഗൈസ്. ഓൾറെഡി നമ്മുടെ സണ്ണൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പോലെ കിടിലെ കാണുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നു മച്ചാൻ അത്യാവശ്യം കോഴി പൊട്ടിച്ചുള്ള ഒരു അക്കൗണ്ടാണ്. എനിക്ക് തോന്നുന്നു റാങ്കഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു മച്ചാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് പുള്ളിയുടെ അക്കൗണ്ട് റിവ്യൂ ചോദിച്ചായിരുന്നു, കുറച്ചായി ചോദിക്കുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഇന്ന് ചെയ്തു എന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഗൈസ് ഈ കായ് ഹവാർഡ്സിന് നിങ്ങൾക്ക് ഓർമ്മയില്ല, മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ടില്ലേ, ഇത് കുറേ പേരുടെ കയ്യിൽ ഈ സാധനം ഉണ്ട് കേട്ടോ. ഞാൻ കുറേ പേരെ കണ്ടായിരുന്നു. റൂയി കോസ്റ്റ ഉണ്ട്, മിക്കൈലോവനുണ്ട്, ബെൻസിമി ഉണ്ട് ഗൈസ്. നമ്മുടെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, നമുക്ക് ഓൾറെഡി ഒരു ചാനലും കൂടി ഉണ്ട്, റിയൽ സഞ്ജു ഗെയിമിംഗ് എന്നാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ നമ്മുടെ റിവ്യൂ ഉണ്ടല്ലോ, മാനേജർ റിവ്യൂ, ക്രൈഫിൻ്റെ ഒക്കെ, പിന്നെ അതുപോലെ പ്ലേയേഴ്സ് റിവ്യൂ, അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു ചാനലിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതും പോയി കാണുക. നമ്മൾ ഇന്നലെ ഒരു ബ്രോ ചോദിച്ച ടോണി എന്ന് പറഞ്ഞൊരു മച്ചാൻ ചോദിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം നിങ്ങളോട് പറയാൻ വിട്ടു. സത്യത്തിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മുടെ എന്താ പറയുക നാളത്തെ പാക്ക് വച്ചാൽ നാളത്തെ നമ്മുടെ റോബോട്ടോ കാർലോസിനെയൊക്കെ പാക്ക് നിങ്ങൾ എടുക്കുന്നവരോട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. എന്തായാലും ഞാൻ നാളെ എന്തായാലും ട്രിക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. 11:30 പെട്ടെന്ന് വരും. ഇപ്പോൾ ഗൈസ് എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോസ് ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ 11:30 വീഡിയോ കയറി എഡിറ്റ് ചെയ്ത് കയറുമ്പോഴത്തേക്ക് 12:30 ആകും. പക്ഷേ നിങ്ങൾ ആരും എന്താ പറയുക ഇതാവട്ടെ, ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് പോർവേയിലോട്ട് കിടക്കാം. എംബാപ്പെ ഉണ്ട് ഗൈസ്, നല്ല മൂക്കെ കടന്നു വെച്ചാൽ മതി. അർണോൾഡ്, ബ്രൂണോ ഫെർണാണ്ടസ് ഗൈസ്. അത്യാവശ്യം എന്താ പറയുക ഒരു ഷോർട്ട് ടൈം അല്ല, എല്ലാ മെഗാ പാക്കുകളുള്ള ഒരു അക്കൗണ്ടാണ്. എന്തായാലും മച്ചാൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല കിടില് കാർഡുകളെല്ലാം ഉണ്ട്. നമ്മുടെ പോർവേ നോക്കിയാലും പിന്നെ നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് നോക്കിയാലും എപ്പിക്ക് നോക്കിയാലും എല്ലാം ഉണ്ട് കേട്ടോ. അതാ ബെക്കർ അത്യാവശ്യം പ്ലേ ചെയ്ത പ്ലെയർ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക അവൻ അത്യാവശ്യം പൊട്ടിക്കുന്നുണ്ട് മാസത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉറപ്പായിട്ടും
നമ്മുടെ ഈ ഒരു വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവരും ബിഗിനർ ടു പ്രോ ലെവൽ ആയതാണ്. അത്യാവശ്യം ടൈം എടുത്തു ഇത് എടുക്കാൻ വേണ്ടി, അത്യാവശ്യം ടൈം എടുത്തു. ഇപ്പൊ ഇനി നമുക്ക് എന്താ പറയാ, ജെറോഡൊക്കെ ഉണ്ട് കേട്ടോ, കുറെ കാർഡുകളുണ്ട് മച്ചാനടുത്ത് ഗൈസ്. അപ്പോൾ നമുക്കിനി എല്ലാം നമ്മുടെ മാനേജറിലേക്ക് കിടക്കാം. എന്തായാലും അത്യാവശ്യം നല്ലൊരു പാക്കും കാര്യങ്ങളും ഉള്ള പ്ലെയർ തന്നെയാണ്. പോൾബേക്ക് ഇഷ്ടമാതിരിയുണ്ട്. പെസ് ടൈമിൽ തൊട്ടേ കളിയുള്ള ആളാട്ടോ. ബുള്ളറ്റൊക്കെ 2-3 ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മാനേജറിനെ ലാസ്റ്റ് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. മാനേജേഴ്സ് 21 ഉണ്ട് കപ്പാസിറ്റി. പെപ്പുണ്ട്, ലൂയിസ് റോമനുണ്ട്, സ്കലോണി ഉണ്ട്, പെപ് ഗാർഡിയോളുണ്ട്, ക്രൈഫ് ഉണ്ട്, ലൂയിസ് റോമൻ. സാധാരണ കളിപ്പിക്കുന്നതിനാണ് എനിക്ക് തോന്നുന്നു. അവരിപ്പോൾ ഈ അടുത്ത സാബിനെ എടുത്തിട്ടുള്ളൂ, സ്കലോണിനെ അങ്ങനെ കളിപ്പിക്കാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഇതാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോയിന്റെ അക്കൗണ്ടാണ്. 6450 കോയിൻ ഉണ്ട് നിലവിൽ. എന്തായാലും കമന്റ് ചെയ്യുക. എന്തായാലും മച്ചാമാരെ നമ്മൾ ഓൾറെഡി നമ്മുടെ കോമാച്ച് മുന്നോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിവിഷൻ പുഷ് ഉറപ്പായിട്ട് ചെയ്യണം. കുറെ പേര് എന്നോട് കമന്റ് ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഏതാണ് കൂടുതൽ കളിക്കേണ്ടത്. എന്തായാലും 2 മാക്സിമം സെറ്റാക്കാം. നമുക്ക് 2 ഒരേപോലെ കൊണ്ടുപോകും. എന്താ വെച്ചാൽ പകുതി റാങ്ക് പുഷ്, പകുതി കോമാച്ച്. അപ്പൊ എല്ലാവരും വരിക. ഇന്ന് രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ നമ്മൾ നാളെ കിടുക്കാൻ ഒരു എപ്പിക് ട്രിക്കുമായിട്ട് വരുന്നതായിരിക്കും. നല്ല കിടലിനായിട്ടുള്ളൊരു ലൈവായിട്ട് കാണുന്നതായിരിക്കും. ബൈ മച്ചാമാരെ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.